എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിൽ നിന്നും 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നും എടുത്ത 3 ശ്ലോകങ്ങളാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ശ്ലോകങ്ങൾ ശ്ലോക 19, ശ്ലോക 20, ശ്ലോക 21 മൂന്നും പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ മനസ്സും ശരീരവും ആത്മാവും ഒരു കാര്യത്തിൽ എങ്ങനെ ഒരുപാട് സമയത്തേക്ക് അതേ കാര്യത്തിൽ തന്നെ ധ്യാനം നിലനിർത്താൻ എന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയത്ത് നമ്മളുടെ മനസ്സും ചിന്തയൊക്കെ പല രീതിയിൽ വ്യതിചലിക്കുകയും ആ വ്യതിചലനം കാരണം നമ്മൾ ഒരുപാട് സമയം നഷ്ടപ്പെടുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സമ്പൂർണത വരാതിരിക്കുകയും ചെയ്യും. അപ്പൊ സമ്പൂർണത വരണമെങ്കിൽ നമ്മളുടെ ശരീരവും മനസ്സും ആത്മാവും ആ കാര്യത്തിൽ ഒരുപാട് സമയം ധ്യാനത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ആ കാര്യം സമ്പൂർണതയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഈ 3 ശ്ലോകങ്ങൾ പറയുന്നത്. അപ്പൊ 19-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, യസ്യ സർവോ സമാരംഭാഃ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധ കർമാണാം തമാഹുഃ പണ്ഡിതം ബുദ്ധാഃ. അതായത് ജ്ഞാനാഗ്നി ദഗ്ധ കർമാണ, ജ്ഞാന അഗ്നി ദഗ്ധ കർമാണ. ഇതിന് രണ്ടർത്ഥം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി, ദഗ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിപ്പിക്കുക, അഗ്നി ദഹിപ്പിക്കുന്ന. കർമാണ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം എന്ന് പറയാം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന അർത്ഥം വെച്ച് ഇതിനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യത്തെയും പറ്റി ഉള്ള സമ്പൂർണ്ണ ജ്ഞാനം നമ്മൾക്ക് ഉണ്ടാവണം. ആ ജ്ഞാനം എങ്ങനെയായിരിക്കണം? അഗ്നി പോലെ പരിശുദ്ധമായിരിക്കണം. അപ്പോ അഗ്നി പോലെ പരിശുദ്ധമാവണമെങ്കിൽ നമ്മൾക്ക് അതിനെ പറ്റിയുള്ള സമ്പൂർണ്ണ ജ്ഞാനം ലഭിക്കണം. സമ്പൂർണ്ണ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിഭേദമില്ലാത്ത ജ്ഞാനം. അതായത് എല്ലാ ജ്ഞാനത്തെയും ഒരുപോലെ കണ്ട് എല്ലാ ജ്ഞാനത്തെയും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് എല്ലാ ജ്ഞാനവും നൽകണം. അതായത് ഈ ചിലവ് പറയും, നമ്മുടെ മനസ്സിൽ തോന്നും ഈ പുസ്തകത്തിന് ഒരുപാട് വിലയുണ്ട്, അപ്പൊ ഇതിലുള്ള ജ്ഞാനം വലുതും ആ പുസ്തകത്തിന് വിലയില്ല, അപ്പൊ അതിലുള്ള ജ്ഞാനം ചെറുതുമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിലയില്ലാത്ത പുസ്തകം വായിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ആ ജ്ഞാനം നഷ്ടമായിരിക്കാം. അങ്ങനെ ആ ജ്ഞാനം നഷ്ടമായ എന്ത് പറ്റും? നമുക്ക് സമ്പൂർണ്ണ ജ്ഞാനം ലഭിക്കില്ല. അങ്ങനെ സമ്പൂർണ്ണ ജ്ഞാനം ലഭിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ചിലപ്പോൾ ചില ജ്ഞാനങ്ങൾ ആൾക്കാരിൽ നിന്നായിരിക്കും ലഭിക്കുക. അപ്പൊ നമ്മൾ ചിലർക്ക് മാത്രം ബഹുമാനം കൊടുക്കുകയും ചിലർക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും? ആ ബഹുമാനം കൊടുക്കാത്തവരിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് കിട്ടാതെ പോവുകയും അതുവഴി നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മം തെറ്റാവുകയും ചെയ്യും. അപ്പോ ഈ ബുദ്ധിഭേദം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളുടെ ബുദ്ധി അരുണാദിന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. അതിന് പകരം ഞാൻ ഈ ചെയ്യുന്നത് പരമാത്മാവിന് വേണ്ടി ചെയ്യുകയാണ്, എന്റെ ബുദ്ധിയല്ല ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്, ഇവിടെ പരമാത്മാവിന്റെ ബുദ്ധിയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോ പരമാത്മാവിന് എല്ലാം ഒരുപോലെയാണ്. എല്ലാവരും പരമാത്മാവിന്റെ മക്കളാവുന്നു. അപ്പോൾ എല്ലാവരും പരമാത്മാവിന്റെ മക്കളാണ് എന്നുള്ള സങ്കല്പം എടുത്ത് എന്റെ ഉള്ളിലും പരമാത്മാവുണ്ട്, എന്റെ ഉള്ളിലുള്ള പരമാത്മാവാണ് ഈ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും എന്റെ മക്കളാവുകയും എല്ലാവരും മക്കളാവുമ്പോൾ നമുക്ക് ബുദ്ധിഭേദം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. അതേപോലെ ചുറ്റുമുള്ള എല്ലാ ജ്ഞാനവും പരമാത്മാവ് സൃഷ്ടിച്ചതായതുകൊണ്ട് ജ്ഞാനത്തിലും ഭേദം ഉണ്ടാകുന്നില്ല. അങ്ങനെ എല്ലാ ജ്ഞാനവും നമ്മളുടെ മനസ്സ് ഒരുപോലെ കണ്ട് എല്ലാ ജ്ഞാനം ആർജിക്കുകയും അതുവഴി ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ സഫലത നേടുകയും ചെയ്യുന്നു. അപ്പോ പിന്നീട് കാമസങ്കല്പവർജിതാഹ. അതായത് കാമസങ്കല്പവർജിതാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, അതായത് അഹത്തിന്റെ ആഗ്രഹം.
അഹമല്ല ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അഹമില്ല. അഹമാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അഹത്തിന് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അഹത്തിന്റെ ആഗ്രഹങ്ങൾ വർജിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, ഇത് ചെയ്യുന്നത് പരമാത്മാവിന് വേണ്ടിയാണ് എന്ന സങ്കല്പത്തോടു കൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ലോകം നമ്മളെ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു. ഇനി ശ്ലോകം 20 എന്താ പറയുന്നത് പറഞ്ഞാൽ, ത്യക്ത്വ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യവിപ്രവൃത്യോവി നൈവ കിഞ്ചിത് കരോതി സഹ. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതായത് എല്ലാവരും ഓരോ കാര്യം ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഉത്സാഹത്തോടെ ഇത് അടിപൊളിയാണ്, ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, ഇതായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ തുടക്കത്തെ ആദ്യത്തെ ദിവസം തോന്നും. ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇത് ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, എന്നാൽ നമുക്കിത് ചെയ്യണ്ട എന്നുള്ളൊരു ചിന്ത വരികയും ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇത് ചെയ്യണം, അതിനെപ്പറ്റി ഓർക്കുക പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് നേരിട്ടുണ്ടാവും. ഇത് എങ്ങനെ ഒഴിവാക്കാം? അതായത് ചെയ്തു തുടങ്ങുന്ന സമയത്തുള്ള അതേ ഉത്സാഹം ചെയ്തു തീരുന്നത് വരെയും എങ്ങനെ നിലനിർത്താം എന്നതാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പോ അതിനെന്താണ് ചെയ്യേണ്ടത്? ത്യക്ത്വ എന്ന് പറഞ്ഞാൽ ത്യജിക്കുക, കർമ്മഫലാസംഗം. അതായത് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി നേടാനാണ് ചെയ്യുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത് ഞാൻ ചെയ്യുന്നത് എനിക്കെന്തെങ്കിലും നേടാനല്ല, ഇത് ഞാൻ ചെയ്യുന്നത് പരമാത്മാവിന്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഞാൻ ഏറെ ഭക്തി കൊടുക്കുന്ന ആ പരമാത്മാവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന സങ്കല്പത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കിട്ടും. അതായത് നിങ്ങൾ നിത്യതൃപ്തനായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തൃപ്തി വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരുള്ളൂ എന്നുള്ളൊരു ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ സന്തോഷവാനാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറും. കാരണം നിങ്ങൾ നിത്യതൃപ്തനായി കഴിഞ്ഞാൽ, കാരണം എൻ്റെ ഉള്ളിൽ പരമാത്മാവുണ്ട്, പരമാത്മാവിനെ സന്തോഷിക്കാൻ ഈ ലോകത്തൊന്നും വേണമെന്നില്ല. പരമാത്മാവിന് പൈസ വേണ്ട സന്തോഷിക്കാൻ, പരമാത്മാവിന് വലിയ കാറുകൾ വേണ്ട സന്തോഷിക്കാൻ, പരമാത്മാവിന് വലിയ വീട് വേണ്ട സന്തോഷിക്കാൻ. പരമാത്മാവ് എല്ലാവരുടെയും എല്ലാ രൂപത്തിലുള്ള ആളാണ്. അപ്പൊ എല്ലാ രൂപത്തിലും സംതൃപ്തനായിട്ടുള്ള ആളെ പോലെ നമ്മളുടെ എല്ലാ സാമ്പത്തിക സാഹചര്യങ്ങളിലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഒരേ സന്തോഷം, ഒരേ തൃപ്തി ഉണ്ടാവണം. നിത്യതൃപ്തനായിരിക്കണം, എപ്പോഴും തൃപ്തനായിരിക്കണം, എന്ത് സാഹചര്യങ്ങൾ വന്നാലും തൃപ്തനായിരിക്കണം. അങ്ങനെ നിത്യതൃപ്തനാവണമെങ്കിൽ എന്ത് വേണം? നിരാശ്രയനായിരിക്കണം. അതായത് ഒന്നിന്റെയും ആശ്രയം ഇല്ലാതെ ജീവിക്കുന്ന ആളായിരിക്കണം. ആശ്രയം എന്ന് പറഞ്ഞാൽ അതിന് അടിമയാവുക. ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. ഞാൻ ബെൻസിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബെൻസിനോട് അടിമയായിരിക്കുന്നു, ആ ബെൻസിന് അടിമയായിരിക്കുന്നു. അങ്ങനെ ബെൻസിന് അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ആശ്രിതനായിരിക്കുന്നു. നിങ്ങൾ വലിയ വീട്ടിൽ മാത്രമേ ജീവിക്കുള്ളൂ, വലിയ ആൾക്കാരോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് അടിമയാവുകയാണ്. അതിനു പകരം ഞാൻ നിത്യതൃപ്തനാണ്, എനിക്ക് എല്ലാ വീടുകളും ഒരുപോലെയാണ്, എനിക്ക് എല്ലാ കാറുകളും ഒരുപോലെയാണ്, എനിക്ക് ഒരു സുഖ സൗകര്യം ഇല്ലെങ്കിലും ഞാൻ സന്തോഷവാനായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ ഒന്നും ഒരു അത്യാഗ്രഹവും ഇല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യത്തിലായിരിക്കും കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ പോവുക. കാരണം മറ്റേ സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് ഇത് ചെയ്താൽ കിട്ടുമോ, ഞാൻ വിചാരിച്ച കാര്യം ഇത് ചെയ്താൽ കിട്ടുമോ, ഞാൻ വിചാരിച്ച കാര്യം ഇത് ചെയ്താൽ കിട്ടുമോ എന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ പാതി ബുദ്ധിശക്തി മാത്രമേ കർമ്മത്തിൽ
പ്രയോഗിക്കുന്നുള്ളൂ. ബാക്കി ബുദ്ധിശക്തി ഈ ചിന്തയിലാണ് പോകുന്നത്. അപ്പൊ ഈ ചിന്ത ഇല്ലാതാവുകയും സമ്പൂർണ്ണ ബുദ്ധിശക്തി നിങ്ങളുടെ കർമ്മത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ശക്തി അല്ലെങ്കിൽ ഊർജം ലഭിക്കുകയും ആ ഊർജം കാരണം നിങ്ങൾ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ എത്ര ആവേശവും സന്തോഷവും സംതൃപ്തി ഉണ്ടായിരുന്നോ അതേ സംതൃപ്തി ആ ജോലി അവസാനിക്കുന്നത് വരെയും ഉണ്ടാവും, അതെത്ര വലിയ ജോലിയാണെങ്കിലും. അപ്പൊ നമ്മുടെ ഊർജം പരമാവധി നമ്മളുടെ ഇതിൽ നിന്നും കിട്ടുന്ന ഫലം എന്താണെന്ന് ചിന്തിച്ച് കളയാതെ ഇതെങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം എന്ന് മാത്രം ചിന്തിച്ച് കളയുക എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇനി ശ്ലോകം 21. നിരാശീര്യ ചിത്താത്മാ ത്യക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഇതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ പ്രപഞ്ചത്തില് ജനിക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടുകാർ നമുക്ക് തരുന്നതാണ് ഈ പേര്. ഇപ്പൊ അരുൺനാഥ് എന്ന് പറയുന്ന പേര് എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നതാണ്, ഞാൻ കൊണ്ടുവന്നതല്ല. ഈ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തായാലും ഈ ശരീരവും ഞാൻ എൻ്റെ ആത്മാവ് വന്ന് അവിടുന്ന് കൊണ്ടുവന്നതല്ല. ഈ ശരീരം ഇവിടുത്തെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ്, ഇത് എൻ്റേതല്ല. ഈ ശരീരം പ്രവർത്തിക്കാനായി ഉപയോഗിക്കുന്ന ഊർജവും എൻ്റേതല്ല. അപ്പൊ ഒന്നും ഇതന്നെ എൻ്റേതല്ല. അപ്പൊ ഇത് എൻ്റെ ചുറ്റുമുള്ള ഇതൊന്നും എൻ്റേതേ അല്ല. ഞാൻ എൻ്റെ ആത്മാവ് ഇവിടെ വന്ന് ഈ ശരീരം ഉപയോഗിച്ച് എൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും അനുഭവിക്കുകയാണ്. അനുഭവിച്ചിട്ട് മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരീരം പഞ്ചഭൂതങ്ങളായി മാറുകയും, അതായത് കത്തിക്കുകയാണെങ്കിൽ പഞ്ചഭൂതം വന്നു, കുഴിച്ചിടുകയാണെങ്കിൽ പഞ്ചഭൂതം വന്നു. പേര് പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല, കാരണം ആത്മാവ് ശരീരം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ശരീരം എടുക്കുമ്പോൾ പുതിയ പേരായി, പേര് പോലും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ചുറ്റുമുള്ള ഒന്നും ഈ പേര് പോലും എൻ്റേതല്ല, ഈ ശരീരം പോലും എൻ്റേതല്ല എന്നൊരു മനോഭാവത്തെയാണ് സർവ പരിഗ്രഹ എന്ന് പറയുന്നത്. എല്ലാം പരിഗ്രഹിക്കുക, ചുറ്റുമുള്ളതൊന്നും എൻ്റേതല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നിരാശയ ചിത്താത്മാ, ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും, ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ അഹത്തിന്റെ ബുദ്ധിയായിട്ട് കണക്കാക്കാം. അപ്പോ ഈ ശരീരത്തിന്റെ ഓരോ ആഗ്രഹങ്ങൾക്കായിട്ടും ഈ മനസ്സിന്റെ സംതൃപ്തിക്കായിട്ടും അല്ലെങ്കിൽ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കായിട്ടും നമ്മളൊന്നും ചെയ്യില്ല. കാരണം ഈ ശരീരവും മനസ്സും ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണെന്നുള്ളതാണ് എന്ന കാര്യം മനസ്സിലാവുമ്പോൾ ശരീരത്തിന് വേണ്ടിയും മനസ്സിന് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കില്ല. അങ്ങനെ ശരീരത്തിന് വേണ്ടിയും മനസ്സിന് വേണ്ടിയും അല്ല ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നതിൽ നിന്നും ജ്ഞാനം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം, ആത്മാവിന് ആവശ്യമുള്ള ജ്ഞാനം നേടുക, അനുഭവങ്ങൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പ്രശ്നം വരികയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ ആ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും എൻ്റേതല്ല. അപ്പോൾ എൻ്റേതല്ലാതാവുമ്പോൾ അതിന് പ്രശ്നം വരുമ്പോൾ എനിക്ക് ക്രോധമോ സങ്കടമോ ഉണ്ടാവില്ല. അങ്ങനെ ക്രോധമോ സങ്കടമോ ഇല്ലാതെ വളരെ ശാന്തമായ മനസ്സോടുകൂടി ആ പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ചുറ്റുമുള്ള കാര്യത്തിന് വന്ന പ്രശ്നത്തെ മാറ്റാനുള്ള ഏറ്റവും ഉചിതമായ ജ്ഞാനം ലഭിക്കുന്നു. അങ്ങനെ ജ്ഞാനം ലഭിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും വരുന്ന പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ നേരിടാനും അതിന് സമ്പൂർണ്ണ ധ്യാനം കൊടുക്കാനും പറ്റുന്നു.
അങ്ങനെ ധ്യാനം കൊടുക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ശരീരം. ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സും ഒന്നാവുന്നു. അതായത് ശരീരം ആത്മാവിന്റെയോ മനസ്സിന്റെയോ പരിധിയിൽ വരുന്നു. ഇതൊന്നും എന്റേതല്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഈ ശരീരം പോലും എന്റേതല്ല. അപ്പൊ ശരീരം പോലും എന്റേതല്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ശരീരവും ആത്മാവും വേറെയാണെന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആത്മാവാണെന്ന് തിരിച്ചറിവ് കാരണം നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മളുടെ പരിധിയിൽ വരുത്താനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരം പറയുന്നത് നമ്മളുടെ മനസ്സനുസരിക്കുന്നതിന് പകരം മനസ്സ് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവ് പറയുന്നത് നമ്മുടെ ശരീരം അനുസരിച്ച് തുടങ്ങുന്നു. അങ്ങനെ ശരീരം അനുസരിച്ച് തുടങ്ങുമ്പോൾ ഈ ലോകത്തുള്ള ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയില്ല, വിഷമിപ്പിക്കാനോ കഴിയില്ല. നിങ്ങൾക്കൊരു ദോഷവും വരില്ല. കാരണം ഈ ദോഷങ്ങൾ വരുത്താനാണ് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അത് ശരീരത്തിനെയാണ് ബാധിക്കുന്നത് ഈ ദോഷങ്ങളൊക്കെ. പക്ഷെ ശരീരം മനസ്സിന്റെ നിയന്ത്രണത്തിലാവുമ്പോൾ ഈ ദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയകരമാവുകയും നിങ്ങൾ സദാ സന്തുഷ്ടവാനായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും ജ്ഞാനം നിങ്ങൾ നേടുകയും ചെയ്യുന്നു. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാവരും നിരാശയ ചിത്താത്മരായിട്ടും സർവപരിഗ്രഹരായിട്ടും അവരുടെ ശരീരം നിലനിർത്തിക്കൊണ്ടും ജീവിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.